മദീനയുടെ അങ്ങേ ഭാഗത്ത് ചെന്നപ്പോൾ അബുൽ ഹൈതമുൽ അൻസാരിയുടെ വീട് കണ്ടു. ആ വീട്ടിന്റെ മുറ്റത്തേക്ക് കയറി ചെന്നു. അവർ സലാം പറഞ്ഞപ്പോൾ അബുൽ ഹൈതമിന്റെ ഭാര്യ പറഞ്ഞു, അതാ അബുൽ ഹൈതം അടുത്ത കൈത്തോട്ടിലേക്ക് വെള്ളമെടുക്കാൻ പോയതാണ്, വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഫനാഉൽ ബൈത്തിൽ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കവേ ഓടി വന്നു. അബുൽ ഹൈതം ഓടി വന്ന് പറഞ്ഞു, മർഹബം ബിൽളുയൂഫിൽ കിറാം, ഏറ്റവും മാന്യന്മാരായ വിരുന്നുകാർക്ക് സ്വാഗതം സ്വാഗതമാണ്. അബുൽ ഹൈതമിന് മനസ്സിലായി ഇവർ ഭക്ഷണം ചെയ്യാതെ വന്നതാണ്. വീട്ടിന്റെ അകത്തേക്ക് കയറ്റിയിരുത്തി. എന്നിട്ട് അബുൽ ഹൈതം എന്ത് ചെയ്തു? തന്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി നല്ല ഒരു ഈത്തപ്പന കൊല വെട്ടിക്കൊണ്ടുവന്നു, അവരെ മുന്നിലേക്ക് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ ആട്ടിന്റെ കൂട്ടത്തിലേക്ക് പോയി ഒരാടിനെ അറുത്തു. അതിനെ അതിനെ ആടിനെ അറുത്തു, അതിനെ തോല് പൊളിച്ചു. എന്നിട്ട് നേരെ അത് തന്റെ ഭാര്യക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി കൊടുത്തു. ഹബീബായ നബിയുമായി സംസാരിച്ചു. ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അബുൽ ഹൈതമിനെ വീട്ടുകാരി വിളിച്ചു, ഉമ്മുൽ ഹൈതം വിളിച്ചു. അങ്ങനെ അബുൽ ഹൈതം വീട്ടിന്റെ അകത്ത് പോയി ഒരു പാത്രം നിറയെ ആവി പറക്കുന്ന റൊട്ടിയും ഒരു പാത്രം നിറയെ ആട്ടിറച്ചിയായ മാംസവും കൊണ്ടുവന്ന് ഹബീബിന്റെയും അവരുടെ മുന്നിൽ വെച്ചു. കുലു, എല്ലാരും കഴിക്കാൻ പറഞ്ഞു. കഴിച്ചുകൊണ്ടിരുന്നു. എല്ലാ പോലെ 2 ആള് 3 ആള് കഴിച്ച് ആ 4 ആളും കഴിച്ചു. ഹബീബായ നബി കഴിച്ചു, സിദ്ദീഖ് കഴിച്ചു, ഉമർ കഴിച്ചു, മഹാനായ അബുൽ ഹൈതമും കഴിച്ചു. അങ്ങനെ ഭക്ഷണത്തളികയെന്ന് ഇറങ്ങി എണീക്കുകയാണ്. فنزل روح الأمين بهذه الآية ثم لتسألن واركبر ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഏതൊരു നിഅമത്ത് അനുഭവിച്ചാലും അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ഉണ്ടാകും. എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ഹബീബായ നബി പറയവേ, ഫബകാ അബൂബക്കറിൻ വഉമറു ബുകാഅൻ ശദീദാ. ഈ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞു മഹാനായ സയ്യിദ്നാ സിദ്ദീഖ്, സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹു. പഠിച്ചവനെ നമുക്ക് ഇല്ലാതിരിക്കലേ നന്നായിരുന്നല്ലേ പറഞ്ഞു കരഞ്ഞു. ഇതാണ് ഈ സബറിൽ നിന്ന് പഠിച്ചതാണ് അവര്. മുസ്തഫ നബിയുടെ സബറിൽ നിന്ന് പഠിച്ചതാണ്. തന്നെ ഒരു വഴിയിലൂടെ നടന്നു പോയാല് ഒരു വഴിയിൽ മോശപ്പെട്ട കൂമ്പാരങ്ങൾ കൂട്ടിയിട്ടത് കണ്ടാല് അവിടെ തന്റെ ജനങ്ങളെ മുന്നിൽ നിൽക്കുകയായിരുന്നു സയ്യിദ്നാ ഉമർ. ഒരു വൃത്തികേട്, ഒരു ഞെളിയമ്പറമ്പിന്റെ വൃത്തികേട് പോലെ ഏതെങ്കിലും ഒരു വൃത്തികേടിന്റെ അരികിലെത്തിയാൽ ഉമർ അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ജനങ്ങളോട് പറയുള്ളൂ, ഇതാണ് ദുന്യാവ്. നിങ്ങൾ മൂക്കി പൊത്തി ഓടാൻ ഒരുങ്ങുന്നതുണ്ടല്ലോ, ഇതാണ് ദുന്യാവിന്റെ ഉദാഹരണം. ദുന്യാവ് എവിടുന്ന കിട്ടിയത്? ഹബീബായ നബിന് കിട്ടിയതാണ്. അതെങ്ങനെ കിട്ടിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൈകുന്നേരം സ്വഹാബികളെ കൊണ്ട് നടക്കാൻ ഇറങ്ങി. നടന്നങ്ങനെ പോവാ. പെട്ടെന്ന് ഒരു ആട്ടിൻകുട്ടി ചത്ത് കിടക്കുന്ന കണ്ടു. അതിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു റസൂലുള്ളാഹി, ഇത് എനിക്കുള്ളതാണ്, എനിക്കുള്ള മുതലാണ്, ഇതിലാരും ഞാൻ കൂട്ടൂല, ഇത് ഞാനാണ് കണ്ടത്, ഇത് ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. കിടക്കുന്ന ഈച്ചകൾ ആർത്ത് കിടക്കുന്ന ഒരു ചത്ത ആട്ടുകുട്ടിയെ എന്തിനാണ് ഇനി റസൂലുള്ളാഹിക്ക്? എന്നിട്ട് പറഞ്ഞു, ഉരീദു അൻ അബീഅഹ, ഞാനിത് വിൽക്കാൻ കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തുരീദൂന ബിദിർഹമിൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ 1 ദിർഹമിന് ഞാൻ ഇപ്പോൾ തരാം. ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയി അങ്ങാടി എത്തിയാൽ പിന്നെ 1 ദിർഹമിന് എന്നോട് ചോദിക്കാൻ പാടില്ല, പിന്നെ ഞാൻ ചോദിച്ച വില തരേണ്ടി വരുന്നു. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. എന്താ പറയുന്നത്? ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ ആർക്കാ വേണ്ടത്? റസൂലുള്ളാഹിക്ക്. നബിയെ തുരീദ് ദിർഹമൻ. അതിൻ്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചു, നിങ്ങൾക്ക് 1 ദിർഹം വേണമെങ്കിൽ ഞങ്ങൾ തരാം, ചത്ത ആട്ടിൻകുട്ടി ഞങ്ങൾക്ക് വേണ്ട. അതോടുകൂടെ പുണ്യ നബിയുടെ രൂപം മാറി. പറഞ്ഞു, ഈ ചത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടി, ഈച്ചയേറ്റ് കിടക്കുന്ന ആട്ടിൻകുട്ടിയോട് നിങ്ങൾ കാണുന്ന വിരക്തിയാണ് സാലിഹ്യങ്ങൾ ദുനിയാവിനോട് കാണിക്കുകയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിട്ടിയത്.
ഏതൊരാളെയും ഖിദ്മത്ത് ചെയ്യാനുള്ള സേവനം എവിടുന്ന് കിട്ടി? എവിടുന്ന് ഉമറിന് കിട്ടിയത്? അതെങ്ങനെ? അങ്ങാടിയിൽ ആദ്യം കാണുന്ന ആളെ ഊട്ടിക്കൊണ്ടുവരുന്ന വാളുകൊണ്ട് വെട്ടിയ മനുഷ്യനെങ്ങനെ ഏത് വീട്ടിലേക്കും തന്റെ തോളിന്റെ പുറത്ത് നട്ടപ്പാതിരക്ക് പാവപ്പെട്ടവർക്കും വൃദ്ധന്മാർക്കും രോഗികൾക്കും ഭക്ഷണ വസ്തുക്കൾ ഏറ്റിക്കൊണ്ടുപോകാനുള്ള ആ ഒരു സന്നദ്ധത എവിടെന്ന് കിട്ടി? ഇത് കിട്ടിയത് ഹബീബായ നബിയിൽ നിന്നാണ്. ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാ. ആ യാത്രക്കിടയിൽ ഒരാടിനെ കിട്ടി അറുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാ. സ്വഹാബികൾ നബിയുടെ മുന്നിൽ കൂടിയ സമയമാ. എല്ലാവരും ഉണ്ട് ഹബീബായ നബിയുടെ കൂടെ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അലയ റബ്ഹുഹാ, ഈ ആടിനെ ഞാൻ അറക്കാം നബിയേ. അപ്പോൾ ഫഖാലാഖറു, വേറൊരാൾ പറഞ്ഞു, അലയ സലഹുഹാ, എന്നാ ഞാനത് തോല് പൊളിക്കാം നബിയേ. ഫഖാലാഖറു, അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അലയ തബഹുഹാ, എന്നാ ഞാനത് വേവിക്കാം നബിയേ. ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല റാബിഇ, ഇനി നാലാമത്തെ ആൾ പറയണോ റസൂലുള്ളാഹി പറഞ്ഞു, അനജമ്മുൽ ഹതബി, എന്നാൽ വിറക് ഞാൻ കൊണ്ടുവരാം. പാവപ്പെട്ട വീട്ടിലേക്ക് നട്ടപ്പാതിരക്ക് വിറക് കയറ്റി കൊണ്ടുപോയിരുന്നു സയ്യിദുനാ ഉമർ. ആര് സയ്യിദുനാ ഉമർ? എടാ, നിന്റെ ഇത്ര പോന്ന ഇന്ത്യ രാജ്യത്തിന്റെ ചക്രവർത്തി അല്ല, ഇതിനെ പോലെ നൂറുകണക്കിന് രാജ്യം കൂടിയ രാജ്യന്റെ സുൽത്താനു സ്വലാത്തുയീൻ. ആ മനുഷ്യനാണ് മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഭരിച്ച, ആഫ്രിക്ക മുതൽ യൂറോപ്പിന്റെ അവസാനം വരെ ഭരിച്ചിട്ടുള്ള മഹാനായ സയ്യിദുനാ ഉമർ. എന്റെ ഈ മനുഷ്യൻ സാധാരണക്കാരൻ കട്ടപ്പെട്ടവന്റെ വീട്ടിലേക്ക് നട്ടപ്പാതിരക്ക് വിറക് ചുമന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നു. വൃദ്ധകൾക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, കട്ടപ്പെടുന്ന അന്ധന്മാർക്ക് വീട്ടിൽ നിറങ്ങാതെ ഭക്ഷണവും വിഭവങ്ങളും വിറക് വരെ എത്തിച്ചു കൊടുത്തിരുന്നു. എവിടുന്ന് കിട്ടിയതാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല റാബിഇ. നാലാമത്തെ ഒരാൾ പറയുന്നതിന് മുമ്പ് ഹബീബായ നബി പറഞ്ഞു, അനജമ്മുൽ ഹതബി, എന്നാൽ വിറക് ഞാൻ കൊണ്ടുവരാം. ഇതാണ് ഇവിടുന്ന് പഠിച്ചു സയ്യിദുനാ ഉമർ. ഉറക്കപ്പാറ സയ്യിദുനാ ഉമർ. ഇതാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. ഈ ഉമറിന് അംഗരക്ഷകര് വേണ്ട. ഈ ഉമർ നൈൽ നദിയോട് പറഞ്ഞപ്പോൾ നൈൽ നദി അങ്ങോട്ട് ഒഴുകി. എത്ര ചരിത്ര രേഖയാ! നൈൽ നദി വറച്ചു പോയി. അറബ് ലോകത്തെ ജനസേചനത്തിന്റെ ആകെയുള്ള മാർഗം നൈൽ നദിയാ. നൈൽ നദി ആകെ ഐസായി കട്ടിയായി പോയി. അജ്ഞാന കാലഘട്ടത്തിൽ ജലപൂജ നടത്തിയിരുന്നു. പെൺകുട്ടികളെ സർവാഭരണ വിഭൂഷിതകളാക്കിയിട്ട് ആ നൈലിന്റെ മാറിലേക്ക് രക്തത്തോടെ എറിഞ്ഞിരുന്നു. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇസ്ലാം വന്നു. അംർ ബിൻ ആസ് ഭരണാധികാരിയായി, ഗവർണറായി. ആ സീസർ വന്നപ്പോൾ ഉമറിന് കത്തെഴുതി റളിയല്ലാഹു അൻഹു. എന്താണ്? നൈൽ നദി തണുത്തു പോയി, ഐസാണ്, വെള്ളം നടക്കണില്ല, നാട്ടിൽ ജനങ്ങൾ കഷ്ടത്തിലാണ്, നൈൽ നദി ഐസായി പോയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്ന് ഉമർ ചെയ്ത പരിഹാരം ഇന്നും നൈൽ മുടക്കിയിട്ടില്ല. ഇന്നും നൈൽ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുക. ആരാ ഒഴുക്കിയത്?